ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവയോൺമെൻറ്റ് എക്കോളജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഈ സീരീസിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സ്ലോത്ത് ബിയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ കരടി. സ്ലോത്ത് ബിയറിനെ നമ്മൾ പൊതുവേ ഇന്ത്യൻ ബിയർ, ഇന്ത്യൻ കരടി എന്നാണ് വിളിച്ചു പോരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്പീഷീസ് ഇത്തവണത്തെ നമ്മുടെ UPSC എക്സാമിനേഷനിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ, സ്ലോത്ത് ബിയറിനെ കുറിച്ച് ഒരുപാട് ന്യൂസുകൾ കറണ്ട് അഫയേഴ്സിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ആർട്ടിക്കിളിൽ വന്ന ന്യൂസ് ആർട്ടിക്കിളിൽ വന്ന രണ്ട് ന്യൂസ് ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈൻസ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യസ് ഓൾഡസ്റ്റ് സ്ലോത്ത് ബിയർ നെയ്മഡ് ബബ്ലു ഇൻ ക്യാപ്റ്റിവിറ്റി ഡൈസ് അറ്റ് ദ ഏജ് ഓഫ് 36 ഇൻ ഭോപ്പാൽ സൂ. മധ്യപ്രദേശിലെ ഭോപ്പാലിലൊരു സൂവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ സ്ലോത്ത് ബിയർ ആയിട്ടുള്ള ബബ്ലു എന്ന് പറയുന്ന കരടി മരണപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ്, ആൻ ഇൻവേസീവ് പ്ലാന്റ് ഈസ് ത്രെട്ടണിങ് സ്ലോത്ത് ബിയർ ഹാബിറ്റാറ്റ്സ് ആൻഡ് കുഡ് ഇൻക്രീസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു ന്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ന്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇത് കൂടാതെ സ്ലോത്ത് ബിയറിൻ്റെ അറ്റാക്കിനെ കുറിച്ച്, സ്ലോത്ത് ബിയർ ടൈഗർ കോൺഫ്ലിക്റ്റിനെ കുറിച്ച്, സ്ലോത്ത് ബിയർ ഹ്യൂമൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ചൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ലോത്ത് ബിയർ എന്ന് പറയുന്ന ഈ ഒരു അനിമൽ ഇത്തവണത്തെ എക്സാമിനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോകാം. The sloth bear, also known as the Indian bear, is a bear species native to the Indian subcontinent. ഇപ്പോൾ ഇന്ത്യൻ സബ്കോണ്ടിനെന്റിൽ കാണുന്ന ഒരു ബിയർ സ്പീഷീസ് ആണ് സ്ലോത്ത് ബിയർ എന്ന് പറയുന്നത്. പോപ്പുലർലി ഇന്ത്യൻ ബിയർ എന്നാണ് പറയുക. അപ്പോൾ ഇന്ത്യൻ സബ്കോണ്ടിനെന്റിൽ നമുക്കറിയാം ഇന്ത്യ കൂടാതെ മറ്റ് രാജ്യങ്ങളുണ്ട്. അതിൽ നേപ്പാൾ, ശ്രീലങ്ക അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് ഈ സ്ലോത്ത് ബിയറിനെ കാണാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ ഒരു എബോവ് 90% പോപ്പുലേഷനും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് പൊതുവെ ഇതിനെ ഇന്ത്യൻ ബിയർ എന്ന് വിളിച്ചു പോരുന്നത്. ആൻഡ് ദീസ് സ്ലോത്ത് ബിയേഴ്സ് ആർ ഒംനിവോറസ്. ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിശ്രഭുക്കാണ്. അതായത് മാംസബുക്കുകൾ, മിശ്രബുക്കുകൾ, സസ്യബുക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് ഒംനിവോറസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മിശ്രബുക്ക് എന്ന് പറയും. അതായത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതെല്ലാം കഴിക്കുന്നതിനോടൊപ്പം തന്നെ മാംസവും കഴിക്കും. അപ്പോൾ ഇവയുടെ പ്രധാനപ്പെട്ട ഈ സ്ലോത്ത് ബിയർ അല്ലെങ്കിൽ ഇന്ത്യൻ ബിയറിൻ്റെ പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്. അതുകൂടാതെ ആൻസ് ആൻഡ് ടെർമൈറ്റ്സ്, ആൻസിനെയും ടെർമൈറ്റ്സിനെയും ഒക്കെ ഇത് പിടിച്ച് കഴിക്കാറുണ്ട്. ഇറ്റ് ഹാസ് ഓൾസോ ബീൻ കാൾഡ് ലാബിയേറ്റഡ് ബിയർ. ഒന്ന് ശ്രദ്ധിക്കുക, ലാബിയേറ്റഡ് ബിയർ എന്നൊരു പേര് കൂടി ഈ ഇന്ത്യൻ ബിയർ അല്ലെങ്കിൽ സ്ലോത്ത് ബിയറിനുണ്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോങ് ലോവർ ലിപ്പ് ആൻഡ് പാലേറ്റ് യൂസ്ഡ് ഫോർ സക്കിങ് അപ്പ് ഇൻസെക്ട്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ ഒംനിവോറസ് ആണ്, ആൻസിനെയും ടെർമൈറ്റ്സിനെയും ഒക്കെ ഭക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ലോങ് ലോവർ ലിപ്പും പാലേറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ലാബിയേറ്റഡ് ബിയർ എന്നൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ ലാബിയേറ്റഡ് ബിയർ എന്നറിയപ്പെടുന്നത് സ്ലോത്ത് ബിയർ ആണ്. സ്ലോത്ത് ബിയറിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന മറ്റൊരു പേര് ഇന്ത്യൻ ബിയർ എന്നാണ്. നമുക്കറിയാം കറുപ്പ് നിറത്തിലിരുന്നിട്ട് നെഞ്ച് ഭാഗത്തായിട്ട് ബ്രൗൺ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലുള്ള ഷെയ്ഡുള്ള ബിയറാണ് ഈ പറയുന്ന ഇന്ത്യൻ ബിയർ അല്ലെങ്കിൽ സ്ലോത്ത് ബിയർ എന്ന് പറയുന്നത്. ഇനി ഇവയുടെ പ്രജനന കാലഘട്ടത്തിനെക്കുറിച്ചും പ്രജനന കാലഘട്ടത്തിലെ ചില പ്രത്യേകതകളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം. Sloth bears breed during spring and early summer and give birth near the beginning of winter. അപ്പോൾ ഈ ഇന്ത്യൻ ബിയറിൻ്റെ പ്രജനന കാലഘട്ടം ഇവർ ബ്രീഡ് ചെയ്യുന്നത് സ്പ്രിങ്ങിലും അല്ലെങ്കിൽ ഏർലി സമ്മറിലുമാണ്. എന്നിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഓഫ് വിൻ്റർ ആണ്. വിൻ്റർ സീസണിലാണ് പൊതുവെ കുഞ്ഞുങ്ങൾ ജനിക്കുക. ആൻഡ് ദ വീക്സ് ബിഫോർ ദ ബർത്ത് ദ ഫീമെയിൽ സ്ലോത്ത് ബിയേഴ്സ് എക്സിബിറ്റ് ഡെന്നിങ് ബിഹേവിയർ വേർ ഷീ ഡിഗ്സ് എ ഡെൻ ഓർ പ്രിപ്പയർ സ്പേസ് ഇൻ എ കേവ്. അപ്പോൾ ഈ ഡെന്നിങ് ബിഹേവിയർ എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാ മൃഗങ്ങൾക്കുമുള്ള ഒരു ബിഹേവിയർ അല്ല. അപ്പോൾ ഡെന്നിങ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മൃഗങ്ങൾ മണ്ണൊക്കെ കുഴിച്ച് അല്ലെങ്കിൽ പാറ തുരന്ന് അതിനകത്ത് അവർക്കൊരു സ്പേസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ ചില സമയങ്ങളിൽ മണ്ണൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കിടക്കും. അപ്പോൾ ഇതിനാണ് ഡെന്നിങ് ബിഹേവിയർ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഈ സ്ലോത്ത് ബിയർ അല്ലെങ്കിൽ ഇന്ത്യൻ ബിയറിനും ഈ ഡെന്നിങ് ബിഹേവിയർ ഉണ്ട്.
അപ്പോൾ എല്ലാ ബിയേഴ്സിനും ഇതില്ല. അപ്പോൾ നമ്മുടെ സ്ലോത്ത് ബിയറിന് ഡെന്നിങ് ബിഹേവിയർ ഉണ്ട്, വേർ ഷീ ഡിഗ്സ് എ ഡെൻ ഓർ പ്രിപ്പയർ സ്പേസ് ഇൻ എ കേവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നുകിൽ മണ്ണ് തുരന്ന് ചെറിയൊരു മാളം പോലെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാറ തുരന്ന് ഒരു ചെറിയ മാളം പോലെ ആക്കിയിട്ട് അതിനകത്താണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക. അപ്പോൾ ഒരു ഡെന്നിങ് ബിഹേവിയർ ഈ സ്ലോത്ത് ബിയറിൻ്റെ ഫീമെയിൽസ് കാണിക്കാറുണ്ട്. എപ്പോൾ അതിന് കുട്ടികൾ ഉണ്ടാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പോ ആഴ്ചകൾക്ക് മുമ്പോ അത് ഡെന്നിങ് ബിഹേവിയർ കാണിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബിയേഴ്സ് അല്ലെങ്കിൽ സ്ലോത്ത് ബിയറിന് മറ്റൊരു കഴിവ് കൂടിയുണ്ട്. ദീസ് ബിയേഴ്സ് അഡാപ്റ്റ് ദിയർ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ടു ദിയർ എൻവയോൺമെൻറ്റ്. അപ്പോൾ അവയുടെ ജീവിക്കുന്ന എൻവയോൺമെൻറ്റിനനുസരിച്ച് അവയുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ മാറ്റാനായിട്ട്, അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവയ്ക്ക് കഴിവുണ്ട്. ആൻഡ് മേ ബി ഓൺ നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നൈറ്റ് ടൈമിൽ ആക്റ്റീവ് ആവുക. ഡയൂറിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് സൺലൈറ്റ് ഉള്ള സമയത്ത് ആക്റ്റീവ് ആയിരിക്കുന്ന മൃഗങ്ങളെയാണ് ഡയൂറിനൽ എന്ന് വിളിക്കുക. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നൈറ്റ് ടൈമിൽ ആക്റ്റീവ് ആകുന്നവയാണ് നൊക്ടേണൽ എന്ന് പറയുക. അതായത് നൈറ്റ് ടൈമിൽ ഇര പിടിക്കാൻ ഇറങ്ങുക, അല്ലെങ്കിൽ അവ ഫീഡ് ചെയ്യാനായിട്ട് ഇറങ്ങുക. ഡയൂറിനൽ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഇവിടെ മറ്റൊരു ടേം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ക്രീപ്പസ്കുലാർ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗണിലും ഡെസ്കിലും ആക്റ്റീവ് ആയിരിക്കുക. അതായത് പ്രഭാതത്തിലും പ്രദോഷത്തിലും ആക്റ്റീവ് ആയിട്ടിരിക്കുക. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ രാത്രി, ഡയൂറിനൽ എന്ന് പറഞ്ഞാൽ പകൽ. അപ്പോൾ ഈ രാത്രിയിൽ നിന്ന് പകലിലേക്ക് കിടക്കുന്ന സമയത്തിനാണ് നമ്മൾ ഡോൺ, പ്രഭാതം എന്ന് പറയുക. ഡെസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലിൽ നിന്ന് രാത്രിയിലേക്ക് കിടക്കുന്ന ആ ഒരു ടൈമിനെയാണ്. അപ്പോൾ ആ സമയത്ത് ആക്റ്റീവ് ആയിരിക്കാനും ഇതിന് പറ്റാറുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി അതർ ബിയേഴ്സ്, പീപ്പിൾ ഓർ പ്രെഡേറ്റേഴ്സ് ഷെയർ ദിയർ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ ഈ സ്ലോത്ത് ബിയർ ജീവിക്കുന്ന ഹാബിറ്റാറ്റിൽ മറ്റ് കരടികൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മനുഷ്യവാസ മേഖലകൾ ഇതിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, അതുകൂടാതെ ഇവയ്ക്ക് ത്രട്ടൻഡ് ആകുന്ന അതർ പ്രെഡേറ്റേഴ്സ് ലൈക്ക് ടൈഗേഴ്സ്, ലെപ്പേഡ്, പാക്ക് ഓഫ് വൈൽഡ് ഫോക്സസ് ആൻഡ് ജക്കാൾസ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രെഡേറ്റേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ ഉള്ളൊരു പ്രദേശമാകുമ്പോൾ അതിനനുസരിച്ച് തൻ്റെ പ്രെഡേറ്റേഴ്സും, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ തൻ്റെ എൻവയോൺമെൻറ്റിനനുസരിച്ച് സ്ലീപ്പ് വാക്ക് സൈക്കിൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ സ്ലോത്ത് ബിയറിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലോത്ത് ബിയറുകളിൽ ചില ആളുകൾ നൊക്ടേണലാണ്, ചില ആളുകൾ ഡയൂറിനലാണ്, ചില ആളുകൾ ക്രെപ്പസ്കുലാർ ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അതായത് പ്രഭാതത്തിലും പ്രദോഷത്തിലും അവർ ഇര പിടിക്കാനായിട്ടാണ് ഇറങ്ങുക. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? അതർ ബിയേഴ്സ് ഉണ്ടാവാം, പീപ്പിൾസ് ഉണ്ടാവാം, പ്രെഡേറ്റേഴ്സ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ സ്ലീപ്പ് വേക്ക് സൈക്കിൾ അവർ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക എന്ന കാര്യം ഓർക്കുക. ഇനി ന്യൂസിൽ വന്ന മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ഇൻവേസീവ് സ്പീഷീസ്, ഒരു പ്ലാന്റ് ഇവയുടെ ഹാബിറ്റാറ്റിന് ത്രട്ടാണെന്ന് പറഞ്ഞിരുന്നു. ആ ഇൻവേസീവ് സ്പീഷീസിൻ്റെ പേരാണ് പ്രൊസോപ്പിസ് ജൂലിഫ്ലോറ. ഇതും UPSC ഒരു ടേമായിട്ട് തോന്നുന്നു. ഇതെന്താണെന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രിലിംസിൽ പ്രതീക്ഷിക്കാം. പ്രൊസോപ്പിസ് ജൂലിഫ്ലോറ ഈസ് എ shrub or small tree. It is native to South America and the Caribbean. അപ്പോൾ കരീബിയൻ ഐലൻഡുകളിലും സൗത്ത് അമേരിക്കയിലും കാണുന്ന ഒരു ഷ്രബാണ്, അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടിയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റിമരമാണ്, സ്മോൾ ട്രീ ആണ് പ്രൊസോപ്പിസ് ജൂലിഫ്ലോറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പിന്നീട് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുവന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു ഇൻവേസീവ് സ്പീഷീസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ആൻ ഇൻവേസീവ് വീഡ് ഇൻ ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ ആൻഡ് എൽസ്വെയർ. അപ്പോൾ സൗത്ത് അമേരിക്കയിലും കരീബിയൻ ഐലൻഡുകളിലും കണ്ടിരുന്ന ഒരു നേറ്റീവ് സ്പീഷീസ് ഷ്രബ് അല്ലെങ്കിൽ സ്മോൾ ട്രീ ആണ് പ്രൊസോപ്പിസ് ജൂലിഫ്ലോറ. ഇതിനെ പിന്നീട് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ ആളുകൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. പക്ഷേ ഇന്ന് ഇതൊരു ഇൻവേസീവ് സ്പീഷീസായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രധാനമായിട്ടും സൗത്ത് അമേരിക്കയിൽ നിന്ന് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ അടക്കം അല്ലെ ഏഷ്യയിലെ പല സ്ഥലങ്ങളിലും ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും ഓസ്ട്രേലിയയിലെ പല സ്ഥലങ്ങളിലും സെമി അരിഡായിട്ടുള്ള ഡ്രൈ ലാൻഡുകളിൽ പച്ചപ്പ് ഉണ്ടാക്കാൻ, അതിനെ ഒന്ന് ഗ്രീനിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. കാരണം ഇവരുടെ റൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. വളരെ താഴേക്ക് ഇറങ്ങിപ്പോയി വെള്ളം കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു അഡാപ്റ്റീവ് റൂട്ട് സിസ്റ്റമാണ് ഈ പ്രൊസോപ്പിസ്
ജൂലി ഫ്ലോറ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ട്രീക്കുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഷ്രബിനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സെമി അരിഡ് റീജിയൻസിനെയൊക്കെ ഒന്ന് ഹരിതാഭമാക്കുവാൻ ഉദ്ദേശിച്ചാണ് ഇന്ത്യയിലേക്കടക്കം പല സ്ഥലങ്ങളിലേക്കും ഈ പ്രൊസോപ്പിസ് ജൂലി ഫ്ലോറ എത്തിയത്. പക്ഷേ ഇത് ഇവിടെയുള്ള നേറ്റീവ് പ്ലാന്റ് സ്പീഷീസുകളെല്ലാം നശിക്കുന്നതിനും ഇവർ മാത്രം വളരുന്നതിനും കാരണമായിട്ടുണ്ട്. അപ്പം നോർത്ത് ഇന്ത്യയിലെ എസ്പെഷ്യലി നമ്മുടെ നോർത്ത് വെസ്റ്റേൺ റീജിയൻ, ഗുജറാത്ത്, രാജസ്ഥാൻ സ്ട്രെച്ചിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സെമി അരിഡ് റീജിയൻസിലെല്ലാം നമുക്ക് കോമൺ ആയിട്ട് ഈ പ്രൊസോപ്പിസ് ജൂലി ഫ്ലോറ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതെങ്ങനെയാണ് സ്ലോത്ത് ബിയറിന് ത്രട്ടൻ ആകുന്നതെന്ന് ചോദിച്ചാൽ, സ്ലോത്ത് ബിയേഴ്സ് ആക്ച്വലി അവരുടെ താമസ സ്ഥലം ഹാബിറ്റാറ്റ്സ് പൊതുവെ ഡ്രൈ ഏരിയാസ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അരിഡ് ഡെസിഡ്യൂസ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റിലാണ് ഈ പറയുന്ന സ്ലോത്ത് ബിയറുകൾ കൂടുതലായിട്ട് കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെയുള്ള സെമി അരിഡ്, അരിഡ്, ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതലായിട്ട് ഈ പ്രൊസോപ്പിസ് ജൂലി ഫ്ലോറ എത്തിയതോടുകൂടി അവിടുത്തെ ആ ഒരു എക്കോസിസ്റ്റം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് പോവുകയും ഇത് സ്ലോത്ത് ബിയറിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിന് ത്രട്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതും ഒരു ന്യൂസായിട്ട് വന്നത് എന്നോർക്കുക. ഇനി സ്ലോത്ത് ബിയേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ലോത്ത് ബിയർ സാങ്ച്വറി ഇന്ത്യയിലുണ്ട്, ദരോജി സ്ലോത്ത് ബിയർ സാങ്ച്വറി. ദരോജി സ്ലോത്ത് ബിയർ സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ ബെല്ലാരി ഡിസ്ട്രിക്ട് ഇൻ കർണാടക. നമ്മുടെ കർണാടകയിലെ ബെല്ലാരി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ലോത്ത് ബിയർ സാങ്ച്വറിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ഏഷ്യാസ് ഫസ്റ്റ് സ്ലോത്ത് ബിയർ സാങ്ച്വറി. ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് സ്ലോത്ത് ബിയർ സാങ്ച്വറിയാണ്. ആൻഡ് ദ സാങ്ച്വറി വാസ് ക്രിയേറ്റഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ സ്ലോത്ത് ബിയർ. അപ്പോൾ സ്ലോത്ത് ബിയറിൻ്റെ മാത്രം കൺസർവേഷന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സാങ്ച്വറിയാണ് ദരോജി സ്ലോത്ത് ബിയർ സാങ്ച്വറി. ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് സ്ലോത്ത് ബിയർ സാങ്ച്വറിയാണ് ഇത് എന്ന കാര്യവും ഓർത്തു വയ്ക്കുക. ഇനി UPSCയെ സംബന്ധിച്ച് IUCN റെഡ് ലിസ്റ്റും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിലും ഒക്കെ ഇതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. സ്ലോത്ത് ബിയറിനെ IUCN റെഡ് ലിസ്റ്റിൽ വൾണറബിൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 വരുന്ന അനിമലാണ് നമ്മുടെ സ്ലോത്ത് ബിയർ അല്ലെങ്കിൽ ഇന്ത്യൻ ബിയർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്ലോത്ത് ബിയറിനെ കുറിച്ച് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കുക. കീപ് ഗോയിങ്. പുതിയ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.